ചിരഞ്ജീവിയെ നായകനാക്കി അനിൽ രവിപുടി ഒരുക്കുന്ന കോമഡി എന്റർടൈനർ ചിത്രമാണ് മനശങ്കര വരപ്രസാദ് ഗാരു. ഒരിടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന ചിരഞ്ജീവിയുടെ കോമഡി ഷോണർ ചിത്രം കൂടിയാണിത്. വലിയ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിലെത്തും. സിനിമയുടെ റിലീസിന്റെ തലേ ദിവസമായ ഇന്നലെ അണിയറ പ്രവർത്തകർ പ്രീമിയർ ഷോകൾ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തുവരികയാണ്. ചിരഞ്ജീവിയുടെ കംബാക്കാണ് ചിത്രമെന്നും വളരെ കാലത്തിന് ശേഷം നടനെ പക്ക എനർജിയിൽ കാണാനായി എന്നുമാണ് അഭിപ്രായങ്ങൾ. അനിൽ രവിപുടി പതിവ് പോലെ ഹ്യൂമറും ഫാമിലി ഇമോഷൻസും കൊണ്ട് സിനിമ വിജയിപ്പിച്ചുവെന്നും ചിരഞ്ജീവി കലക്കിയെന്നുമാണ് മറ്റൊരു കമന്റ്. സിനിമയിലെ ഹ്യൂമറുകൾ നന്നായി ചിരിപ്പിക്കുന്നുണ്ടെന്നും തിയേറ്ററിലേക്ക് കൂടുതൽ ഫാമിലി പ്രേക്ഷകർ എത്തുമെന്നുമാണ് അഭിപ്രായങ്ങൾ. അതേസമയം ചില വിമർശനങ്ങളും സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. അജിത് ചിത്രം വിശ്വാസത്തിന്റെ അതേ കഥയാണ് സിനിമയുടേതെന്നും വിമർശനങ്ങളുണ്ട്. സിനിമയുടെ രണ്ടാം പകുതിക്കും അത്ര നല്ല അഭിപ്രായമല്ല ലഭിക്കുന്നത്. ആദ്യ പകുതിയുടെ ത്രില്ല് രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ നഷ്ടമാകുന്നുണ്ടെന്നും എന്നാൽ ചിത്രം ബോറടിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും കമന്റുകളുണ്ട്. സി നെറ്റ്വർക്കാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഒരുമിച്ച് വാങ്ങിയിരിക്കുന്നത്. C5 തിയേറ്റർ റിലീസിന് ശേഷമുള്ള ചിത്രത്തിന്റെ OTT റിലീസ്. പിന്നീടുള്ള ടെലിവിഷൻ സംപ്രേഷണം സി തെലുങ്ക് ചാനലിലൂടെയായിരിക്കും. വൻ പ്രതിഫലമാണ് ചിത്രത്തിൽ ചിരഞ്ജീവി വാങ്ങുന്നത്. 70 കോടിയാണ് ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിഫലമെന്നാണ് 123 തെലുങ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നയൻതാര നായികയാവുന്ന ചിത്രത്തിൽ കാതറിൻ പ്രസയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ നേരത്തെ പുറത്തിറങ്ങിയ ആദ്യ ഗാനം മീശല പിള്ള യൂട്യൂബിൽ തരംഗം തീർത്തിരുന്നു. ഷൈൻ സ്ക്രീൻസ്, ഗോൾഡ് ബോക്സ് എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറുകളിൽ സാഹു ഗരപതി, സുഷ്മിത കോണ്ടിടല എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിരഞ്ജീവി ആരാധകർ ഒരു വലിയ ബോക്സ് ഓഫീസ് വിജയമാണ് മനശങ്കര വരപ്രസാദ് ഗാരുവിലൂടെ പ്രതീക്ഷിക്കുന്നത്.